ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് മോൾക്ക് സ്കൂളിലൊന്നും പോകണ്ടായിരുന്നുകൊണ്ട് രാവിലെ കുറച്ച് സമയം ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഇലയിടാം, ഞങ്ങളുടെ ഇവിടെ ഇലയപ്പം എന്ന് പറയും, അതങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള അരിപ്പൊടിയെക്കാട്ടി കൂടുതൽ ടേസ്റ്റ് ഗോതമ്പ് മാവിനാണെന്ന്. നമ്മൾ ശർക്കരയും തേങ്ങയൊക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ ഗോതമ്പ് മാവിൽ ഒരു പ്രത്യേക ടേസ്റ്റാണേ. അങ്ങനെ എന്തായാലും ഞാൻ അരിപ്പൊടി എടുത്ത് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്ത് പിന്നെ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തേ. നെയ്യ് കുഴപ്പമില്ല, നെയ്യ് കൂടുന്നവർ ഇച്ചിരി ടേസ്റ്റ് കൂടുകയെ. അങ്ങനെ അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണേ. അധികം ഹാർഡായി പോലെ, നമ്മൾ ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ടുള്ള പരുവത്തി, എന്നാൽ അധികം വെള്ളമായി പോലെ ആ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. എന്നാൽ ഇതുപോലെ ഇത്തിരി നല്ല സോഫ്റ്റായിട്ട് വരികയും ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പം. അപ്പോഴത്തേക്ക് ഞാൻ തേങ്ങ തിരുമ്മി എടുത്ത് കേട്ടോ, ഒരമുറി തേങ്ങ കാണും. ഞാനിതെന്തായാലും ശർക്കരപ്പൊടി വെച്ചാൽ കേട്ടോ, ശർക്കര ചീകിയല്ല, ശർക്കര പൊടി എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ശർക്കര പൊടി വെച്ചാണ് ഞാനിതുണ്ടാക്കിയത്. അങ്ങനെ തേങ്ങയൊക്കെ തിരുകി അതിൽ മിക്സ് ചെയ്ത് കൊടുക്കാവേ. അതിൻ്റെ ഇടയ്ക്ക് പോയി ഞാൻ വാഴയിലയൊക്കെ പിച്ചിക്കൊണ്ട് വന്നായിരുന്നു. അങ്ങനെ വാഴയില സൈഡൊക്കെ കട്ട് ചെയ്തെടുത്ത് കുറേശ്ശെ മാവ് അതിൽ വെച്ച് വെള്ളത്തിൽ തൊട്ട് നമ്മൾ പരത്തണം കേട്ടോ. അപ്പോൾ കയ്യിലൊട്ട് പിടിക്കത്തില്ല, കറക്റ്റായിട്ട് ഒരേ വീതിക്ക് വരും, എല്ലായിടവും ഒരേ കനത്തിൽ വരും. അങ്ങനെ ഒന്ന് പരത്തി കൊടുത്തിട്ട് നമുക്ക് ആ തേങ്ങ, ഞാനിപ്പോൾ ഒരു സൈഡ് മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പം ഞാനൊരു സൈഡ് മാത്രമേ വെക്കുന്നുള്ളൂ. ഇച്ചിരി ഒരു മധുരം കുറവായിരുന്നു കേട്ടോ വെന്ത് വന്നപ്പോൾ. ഞാൻ വിചാരിച്ചു മധുരം കാണുമെന്ന്, പൊടിയായതുകൊണ്ട് നമുക്കൊരു കൺഫ്യൂഷൻ വരുവേ. അങ്ങനെ അതൊക്കെ അടച്ചു വെച്ച് ബാക്കി ഒരു 4-5 എണ്ണം ഉണ്ടായിരുന്നേ, ഞാൻ അതുകൂടൊക്കെ മധുരം ചേർത്തു. ഇത് ലാസ്റ്റത്തെയാണേ, അതുകൂടൊക്കെ ഒന്ന് പരത്തിയെടുത്തു. അങ്ങനെ പിന്നെ സ്റ്റീമർ വെച്ച് അതിൽ ആവിയേറ്റി എടുക്കാവേ. അപ്പം നമ്മൾ ഒന്ന് കുത്തനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയാണ് നല്ലത് കേട്ടോ. ഇല്ലെങ്കിൽ അപ്പുറവും ഇപ്പുറവും കൂടെ 2 സൈഡും മാറ്റി മാറ്റി വേവിച്ചെടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് തിങ്ങിയിരിക്കുമ്പോൾ അത് വേവാൻ കുറച്ച് പാടായിരിക്കും. അങ്ങനെ നമ്മുടെ ഇലയപ്പം നല്ല സോഫ്റ്റാണ്, ഇലയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് തേങ്ങയിൽ വേണമെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, അങ്ങനെ കുറച്ചുകൂടെ മണമൊക്കെ വരും. എല്ലാവരും ട്രൈ ചെയ്യണേ.